വിഷയം നമ്മുടെ വേദിയിൽ വലത്തുഭാഗത്തായിട്ടുണ്ട്, ഒരു ചുമന്ന ഇതായിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി ഇപ്പൊ BC കോളേജിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് BEd പഠിക്കുകയാണ്, മാന്നാനത്തെ കെ കോളേജിൽ പഠിക്കുന്നു. ആ കുട്ടി 6 വയസ്സുള്ളപ്പോൾ അതിന്റെ കണ്ണിൽ ഒരു ചുവപ്പ് നിറം കണ്ടിട്ട് നമ്മുടെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ കുമാരനല്ലൂർ താമസിക്കുന്ന മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്ന മെഡിസിന്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ശർമ്മയുടെ ഭാര്യ ഗീതാ ശർമ്മ. ഞാൻ പേര് തന്നെ പറയണ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം ഇവരെല്ലാം പലരും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്ന എല്ലാവർക്കും പിരിവ് കൊടുക്കുന്ന വലിയ മാന്യന്മാരാണ്. പക്ഷെ ഒരു ഒറ്റ മുറിയുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയോട് ഇവരൊക്കെ കാണിക്കുന്ന ക്രൂരത നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് 1990 ഈ കുട്ടി 6 വയസ്സായിരുന്നപ്പോൾ കണ്ണിന് ചുമത കണ്ടതിനെ തുടർന്ന് SM മോഹൻലാൽ കോട്ടയം ജില്ലാ ആശുപത്രിയിലെത്തി. കണ്ണിന്റെ സെക്ഷനിൽ ഗീതാ ശർമ്മ ഡോക്ടർ ഇരിക്കുന്നു. അവരന്ന് MS ഒക്ടാമോളജി പഠിച്ചിട്ടുള്ള സമയമാണ്. അവര് മരുന്ന് കുറിച്ചു കൊടുക്കുന്നു, വീട്ടിൽ കൊണ്ടുപോയി മരുന്ന് പഠിച്ചു. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും കുട്ടിയുടെ 2 കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഉടനെ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ ജില്ലാ ആശുപത്രി ഒന്ന് ബഹളമുണ്ടാക്കി. ബഹളമുണ്ടാക്കിയപ്പോഴും ഡോക്ടർമാരുടെ കാര്യം മനസ്സിലായത് മണി പോക്കാണ്. ഉടനെ എന്ത് ചെയ്തു, കുട്ടിയെ എങ്ങോട്ട് കൊണ്ടുപോയെന്ന് ചോദിച്ചു. കുട്ടികളുടെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഉടനെ ഫോൺ പോയി. അന്ന് ഈ ശർമ്മ മെഡിക്കൽ കോളേജിലെ മെഡിസിനിലെ ഡോക്ടറാണ്. നേരെ അവിടുന്ന് ICUയിലൂടെ സന്ദേശം പോയി. കുട്ടി അവിടെ ചെന്നപ്പോൾ പോലുള്ള എല്ലാ രേഖകളും തിരുത്തപ്പെടാൻ തുടങ്ങി. അതായത് നമ്മൾ അവിടെ പോയി സത്യം പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ എതിർഭാഗമായി ഈ രേഖകളെല്ലാം കുട്ടി ചെന്നപ്പോൾ മുതൽ ഉള്ള രേഖകൾ ചികിത്സാ തട്ടിപ്പിന്റെ അല്ലാതെ വേറൊരു ക്യാൻസർ പോലുള്ള ഒരു അസുഖം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ കേസ് ബുക്കുകൾ ആദ്യം തൊട്ട് തന്നെ മാറ്റിയെടുക്കാൻ തുടങ്ങി. ഈ കേസ് ഒരു 1997-94 ഇത് കേസ് കോട്ടയം സബ് കോടതിയിൽ ഫയൽ ചെയ്തു. ഫയൽ ചെയ്ത് 1998 ഈ കേസിന്റെ ശ്രദ്ധയിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ഒരു വളരെ അനുഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുമാരനല്ലൂരിലുള്ള ഒരു ഈ കാഴ്ചശ്രീ സാലുകുട്ടിയുടെ അച്ഛനെ കൂടെ പഠിച്ച ഒരാൾ, ആ പുള്ളിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അദ്ദേഹവും ചേർന്ന് നമ്മുടെ കമ്മിറ്റി ഉണ്ടാക്കി പിരിവ് നടത്തി. അത് കഴിഞ്ഞപ്പം ഡോക്ടർക്ക് അത്ര പിരിവ് കൊടുക്കാൻ കമ്മിറ്റിക്കാർ കൊടുത്തില്ല. ഡോക്ടർ നല്ലോണം പിരിവ് കൊടുത്തു, കമ്മിറ്റി എല്ലാം പോയി സമരം നിന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുടുംബത്തിൽ ഈ കേസ് ഏറ്റെടുക്കുമ്പോഴത്തേക്കും ഈ കുട്ടിയുടെ അഡ്വക്കേറ്റ്, പേര് ഞാൻ പറയുന്നില്ല, ഈ കുട്ടിയെ പോലെ തന്നെ ഒരു 100% വികലാംഗനായ കോട്ടയത്ത് ഇപ്പോഴും പ്രാക്ടീസ് നടത്തുന്ന ഒരു അഡ്വക്കേറ്റ്, 100% വികലാംഗൻ, ഒരു കൈയില്ല. അദ്ദേഹം എതിർ പാർട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് ഒത്തുകളിക്കുന്ന ഒരു കാഴ്ചയാണ് 94 മുതൽ 98 വരെ നമുക്ക് കാണാൻ സാധിച്ചത്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ അറിയിച്ചുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ കേരള യൂണിയൻ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞങ്ങളുടെ സംഘടന ഇപ്പോൾ ഒരു വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് www.kerala.doctors.org എന്നുള്ള ഇതിലാണ് ആരംഭിക്കുന്നത്. അപ്പൊ അതില് ഇതുപോലെ ചികിത്സ തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന, ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ യാതൊരു ചെലവുമില്ലാതെ ഡോക്ടർ ബാബുവിനെ പോലുള്ള അഡ്വക്കേറ്റന്മാരെ കൊണ്ട് നമുക്ക് അതിന്റെ കേസുകൾ നടത്തുവാനും അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് വരികയാണ്. ഇവിടെ വളരെ വേദനാജനകമായ ഒരുപാട് അനുഭവങ്ങളുമായി ഒത്തുകൂടിയിരിക്കുന്ന ഒരു സദസ്സാണ്. അവരെ ഇവിടെ സംഘടിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇതുപോലെ കൂടി ചെയ്യുവാനെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിയമപരവും സാമൂഹ്യവും ധാർമ്മികവും വൈദ്യശാസ്ത്രപരവുമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക ചർച്ചയെങ്കിലും ഇതുപോലെ തുടങ്ങിവെക്കാനും തുനിഞ്ഞിട്ടുള്ള സൂര്യാജിയുടെ പ്രവർത്തകരോടും അതിന്റെ ഭാരവാഹികളോടും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അഭിഭാഷകൻ എന്നതിൽ ഉള്ള ഒരു അനുഭവങ്ങൾ മാത്രം സ്വീകരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അപകടത്തിൽപ്പെട്ട ഒരു ആളിന്റെ കേസാണ്. അദ്ദേഹം ഒരു മോട്ടോർ ബൈക്ക് ഓടിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് വേറൊരു മോട്ടോർ ബൈക്ക് അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തി. അദ്ദേഹം അധ്യാപകനാണ്, വളരെ സൂക്ഷ്മമായി ഓടിച്ചു പോവുകയാണ്. വർഷങ്ങളായി ബൈക്ക് ഉപയോഗിക്കുന്ന ആളാണ്. മറ്റൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം കൂട്ടുകാരന്റെ ബൈക്കെടുത്ത് പുറകിലൂടെ മറ്റൊരു കൂട്ടുകാരനെയും വെച്ച് ചെത്തിയടിച്ചു വരികയാണ്. അത് ഇടിച്ചു വീഴ്ത്തി. ഈ പാവ അധ്യാപകന്റെ തലയിലൂടെ മറ്റേ ബൈക്കിന്റെ ടയർ കയറി ബോധശൂന്യനായി 3 മാസം അബോധാവസ്ഥയിൽ കിടന്നു. സ്വാഭാവികമായിട്ട് പോലീസ് ഇൻക്വസ്റ്റ് പോയി ഭാര്യയെ മൊഴിയെടുത്തു. മറ്റേയാളെ പ്രതിയാക്കി കേസെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസും പട്ടാളങ്ങളെ ഒന്നിച്ചു
ഈ ഇടി കിട്ടിയ സാറ് പ്രതിയാക്കി മാറ്റി പോലീസ് കേസെടുത്തു, തിരിച്ച് കോടതിയാക്കി കേസ് കൊടുത്തു, പ്രതിയായിട്ട് കേസ് നടത്തും. അതായത് ആക്സിഡന്റിന് അപകടത്തിൽ പരിക്ക് വെച്ചിരുന്ന നഷ്ടപരിഹാരം കിട്ടാനുള്ള കേസിന് എന്നെ സമീപിച്ചു. മറ്റേ കേസിൽ ഞാൻ തന്നെയാണ് പോയത്, യേശുവാനും പോയത് പ്രതിയായ കേസിന്. അവിടെ കേസിൽ അദ്ദേഹം പുള്ളിക്കാരനെ വെറുതെ വിട്ടു. ഏതായാലും ഈ അപകടത്തിന്റെ കേസ് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറിന്റെ ലൈബ്രറി ചെയ്യട്ടെ, ന്യൂറോ സർജറി എടുക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ വാങ്ങണം. സാറിന് വൈകല്യം ഈ അപകടം പോലെ എത്ര ശതമാനം ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന്. അദ്ദേഹം ചികിത്സ വിടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും തടയാമെന്ന് എന്ന്. ഞാൻ കൂടെ പറഞ്ഞു, എല്ലായ്പ്പോഴും പറയും ഒരുപാട് കാലങ്ങളായി ഈ കേസ് നിശ്ചയിക്കാനൊക്കെ അടുത്ത് വരികയാണ്. അപ്പൊ ഞാൻ സാറേ ആ സർട്ടിഫിക്കറ്റ് വേണം. വളരെ പ്രസിദ്ധിയായ ഡോക്ടറാണ്. പ്രസിദ്ധിയാണോ സുപ്രസിദ്ധിയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വളരെ പ്രസിദ്ധിയായ ഡോക്ടറാണ് നമ്മുടെ ശ്രീമാൻ മജോ മരിക്കുന്നത് പോലെ തന്നെ അതിന് മുമ്പ് ഒരു കുട്ടിയാണ് മരിക്കാനിടയായി. നമുക്കറിയാം ആ കുട്ടി മരിക്കാനും ഡോക്ടർമാരുടെ അനാസ്ഥയായാലും കാരണമെന്ന് നമുക്കറിയാം. അതിലേക്ക് പേര് വന്നിട്ടുള്ള ഒരു ശ്രീമതിയാണ് ഈ ഡോക്ടർ. ഏതായാലും സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ സാറിന് വിളിച്ചു പറയാൻ പറ്റും, സാറേ സാറെല്ലാം തന്നേക്കാം പറയുന്നത് പോലെ ഡോക്ടർ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് പഠിച്ചതാണ്. ഇത് അത്യാവശ്യം കേസ് കൊടുക്കുന്നതാണ് നടത്താൻ ഇപ്പൊ ആയിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട്, കോടതി കിട്ടാൻ സമ്മതിക്കുകയാണ്. അപ്പൊ സാറ് വാശിയിൽ പറഞ്ഞു, ഞാൻ വിളിച്ചു പോരാ എന്ന് പറഞ്ഞു. സാറ് പോയി. അടുത്ത ദിവസം സാറ് വന്നിട്ട് ഡോക്ടർ പഠിക്കുന്നത് തയ്യാറാണ്. സാറ് വളരെ നിഷ്കർമ്മയാണ്, വളരെ ഒരു ഭാവനിഷ്ഠ. ഈ ഡോക്ടർ ഈ ഒരു ദേവതയായിട്ടാണ് എന്നോട് അതുവരെ പറഞ്ഞിരുന്നത്. എന്തൊരു നല്ല ഡോക്ടറാണ്, ഇത് കാശ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കാശ് കൊടുക്കുന്നുണ്ട്, കാശ് ഇഷ്ടത്തോടെ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ വലിയ ദേവതയായിട്ടാണ് സാറ് പറയുന്നത്. അവസാനം ഞാൻ എല്ലാം രക്ഷപ്പെട്ടു. അപ്പൊ സാറ് പോയിട്ട് ഡോക്ടർ പറഞ്ഞു അത് ഞാൻ കോടതി വരുമ്പോ ഈ സമയക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ സാറേ സാറിന്റെ ചികിത്സയിൽ തലയെ പൊടിയത് എവിടെയാ ചികിത്സ വേണ്ടത്, എപ്പോഴെങ്കിലും മരുന്ന് കഴിക്കട്ടെ, എപ്പോഴും ഓപ്പറേഷൻ അത് ഡോക്ടർ തീരുമാനിക്കട്ടെ, എനിക്കറിയില്ല. പക്ഷേ കോടതി കേസ് തീരുമാനം എപ്പോ വേണം, ഡോക്ടറെ വിസ്തരിക്കണം എന്നൊക്കെയുള്ള തീരുമാനം എനിക്ക് വിട്ടു തരണം, അല്ലെങ്കിൽ ഞാൻ കേസ് നടത്തുന്നത്. അപ്പൊ സാറ് ഭയങ്കര വിഷമായിരിക്കും. അത് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള എന്റെ ഉപദേശം, അത് എപ്പോഴും കേസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. സാറ് പോയി. അപ്പൊ സാറ് ഈ 3 തവണ ചെല്ലുമ്പോൾ ഡോക്ടർക്ക് സർട്ടിഫിക്കറ്റ് ഇടാൻ പൈസ കൊടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ വേറെ കാരണത്തായിരിക്കും. പക്ഷെ ഏതായാലും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് അവിടെ ചെന്നു. അവിടെ ഈ സാർ പോലെ ചെലപ്പോസ് ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്തേക്കുക, അടുത്ത ഇത്ര അഞ്ചാഴ്ച, ഞായറാഴ്ച വെള്ളിയാഴ്ച ഒരാഴ്ച വന്നേക്കാൻ പറഞ്ഞു. അടുത്ത എത്രയോട് കുറിച്ച് പറഞ്ഞു, അടുത്ത ആഴ്ച എല്ലാം പറയുകയാണ്. വലിയ സന്തോഷം, കുഴപ്പമില്ല, ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ആയിരോട് ചോദിച്ചു, ആയിരം ഡോക്ടറാണ്, എന്നാ പൈസ കൊടുക്കണോ? 500 കൊടുത്തേക്കാൻ പറഞ്ഞു. ഏതായാലും 500 രൂപ അതിനൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്, 200 കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മേടിച്ച് രോഗിക്കത്തെ ഇടും. ചെല്ലാൻ പറഞ്ഞ ആഴ്ച അയ്യരോട് ചോദിച്ച് 500 രൂപയായിട്ടാണ് ഡോക്ടറിലേക്ക് പോകുന്നത്. ഈ 500 രൂപ മേടിച്ച് ഡോക്ടർ ഉദ്യോഗം വേണ്ടിയില്ല, 500 രൂപയാണെന്ന് കണ്ടാൽ ഡോക്ടർ 500 രൂപ വേണ്ടി ജോലി എടുക്കും. ഇതിൽ പറഞ്ഞു കേസ് പറയാൻ പറഞ്ഞു. ഡോക്ടർ ഉദ്ദേശിക്കുന്നത് കിട്ടുന്ന വിധം കിട്ടിയിട്ടില്ല. എല്ലാ തവണയും ഡോക്ടർ പറയുന്നത് ഒരു വലിയ സംഖ്യ ഡോക്ടർ പ്രതീക്ഷിക്കുക.